ഹായ് ഹലോ അങ്ങനെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് അതെല്ലാം സമാധാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ അനിയത്തിനെയും മക്കളെയും കൊണ്ട് വീട്ടിലാക്കാൻ പോയതാണ്. അപ്പോൾ അവൾ ചിറയൻകീഴാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ മോൾ ഓഫ് ട്രാവൻകൂറിലും കീഴ് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ മസാജ് ചെയ്യുമെന്നൊക്കെ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓരോ സനിയും കൊണ്ടുപോയി ചെയ്യിപ്പിച്ചു. അപ്പം താത്താക്കും കൂടി കാണിച്ചു തരാമെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നേരെ എസ്കലേറ്റർ ഉണ്ടല്ലോ, മറ്റേ സ്റ്റെപ്പ് അല്ലാത്ത സംഭവം ഉണ്ടായിരുന്നേ, അതിൽ മക്കൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിലും കൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് കയറ്റി ഇറക്കി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വെറുതെ നിൽക്കുമല്ലേ. അതെല്ലാം നമ്മൾ നേരെ സ്റ്റുഡിയോയിലാണ് കയറിയത്. അപ്പോൾ അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഡ്രസ്സ് നോക്കണമായിരുന്നു. അങ്ങനെ കുറച്ചധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കുറേ ടൈം അവിടെ തന്നെയായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് മസാജ് ചെയ്യാൻ പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ ഇളയവൻ മിണ്ടാണ്ടിരിക്കണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സംഭവത്തിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം കളിപ്പിച്ചപ്പോഴാണ് അവന് നോക്കിയായത്. പിന്നെ ഈ ചെയറിൽ മസാജ് ചെയ്യുന്ന സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് 5 മിനിറ്റിന് 60 രൂപയും 10 മിനിറ്റിന് 100 രൂപ അങ്ങനെ ചാർജാണ് പോകുന്നത്. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ 10 മിനിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അതിനാണെങ്കിൽ വിടണേ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. മാമ എന്ന് വിളിച്ചിട്ട് കേട്ടാ. പിന്നെ ഞാനും അനിയനും കൂടെ 2 വണ്ടിയിലാണ് വന്നത്. കാരണം അവൻ തിരിച്ച് വരണില്ല, ഞാൻ വരണുണ്ട്, അതുകൊണ്ട് അങ്ങനെ വന്നത്. പിന്നെ നേരെ മാമിയുടെ വീട്ടിൽ പോയി മാമിയോടൊക്കെ സംസാരിച്ച് മക്കളോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഉമ്മാനെ കാണാനും അതുപോലെ ഉമ്മയുടെ അനിയത്തിനെ കാണാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ. അവർ രണ്ടുപേർക്കും സുഖമല്ല എന്നാ. ഉമ്മയുടെ അനിയത്തി കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അവരെയും കൂടെ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. പോയ ദിവസം ഒരു സ്പെഷ്യൽ ഡേയും കൂടി ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നല്ല സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. ടാറ്റാ ബൈ ബൈ.